ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഗെയിമാണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാനും ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്നവർക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനും പറ്റിയൊരു ഗെയിമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം, കാരണം ഞാനൊരു ബോണസ് ടിപ്പ് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഗെയിമിന് ഏജ് ലിമിറ്റ് ഇല്ല. അതായത് ഒരു കുഞ്ഞൊരു കുട്ടിക്ക് തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ളവർക്കും ഈ ഗെയിം കളിക്കാൻ പറ്റും. സെക്കൻഡ്ലി, ഈ ഗെയിമിന് ഒരു പാർട്ട്ണറിന്റെ ആവശ്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എവിടെ വേണമെങ്കിലും ഇരുന്ന് കളിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് എസ്ആപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡീഷണൽ സ്കിൽസ് അക്വിസിഷൻ പ്രോഗ്രാം എന്നാണ്. അതായത് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസ്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല ടീച്ചേഴ്സ് ആ സമയത്ത് നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സും ഐഡിയാസ് ഒക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരാം. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിനെ കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയും. അപ്പൊ അന്ന് പെട്ടെന്ന് നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് ഒരു ടോപ്പിക് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും, പക്ഷെ നമ്മൾ അത് ചെയ്തേ പറ്റൂ, എന്തായാലും ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം എന്നെ വളരെയധികം എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ PGക്ക് സെമിനാർസ് ഇഷ്ടംപോലെ എടുക്കാനുണ്ടായിരുന്നു, അതിനായാലും ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ എന്നെ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ വീഡിയോ എടുക്കാൻ വരെ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഇത് പറഞ്ഞു തന്നൂടാ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിന്റെ പേര് ജാം എന്നാണ്. ഈ ജാം അല്ല കേട്ടോ, ജസ്റ്റ് എ മിനിറ്റ് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റ് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം. ഇപ്പൊ ജനറൽ ടോപ്പിക്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുൻപിൽ എന്താ കാണുന്നത് ആ ഒരു ഐറ്റമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്കിപ്പോ ഫുഡ് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരിക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, എന്തും നമുക്ക് സംസാരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നിങ്ങൾ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പൊ ബിഗിനേഴ്സ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എത്ര അറിയാത്തവർ എങ്ങനെ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ നോക്കാം. നമുക്ക് ചിലപ്പോ ഇപ്പൊ ഫാമിലി എന്നൊരു ടോപ്പിക് എടുക്കുമ്പോൾ ഫാദർ, മദർ, അങ്ങനെ ചില വേർഡ്സ് മാത്രമായിരിക്കും കിട്ടുന്നത്. പക്ഷെ സാരില്ല, നമ്മുടെ വായിൽ വരുന്ന എന്താണ്, ഇംഗ്ലീഷിൽ എന്താണ് വരുന്നത്, നിങ്ങൾ ആ ഒരു മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ നോക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നമ്മൾ മുൻപ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. കാരണം ഓൺ ദ സ്പോട്ട് ആണ് നമ്മളൊരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വട്ടം പറഞ്ഞൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അതായത് നമ്മളൊരു ഐറ്റമിനെ കുറിച്ച് പറഞ്ഞു, വീണ്ടും ആദ്യത്തെ സെന്റൻസ് തന്നെ രണ്ടാമതും പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ പറയാം അതൊക്കെ ആഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ഒരു കാര്യം കറക്റ്റ് 1 മിനിറ്റ് ഇല്ലേ എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഫോൺ വേറെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നിങ്ങൾ കറക്റ്റ് 1 മിനിറ്റ് തന്നെ സംസാരിക്കണില്ലേ എന്ന് നോട്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടോപ്പിക് റാൻഡംലി ഞാനൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് 1 മിനിറ്റ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 1 മിനിറ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ നിങ്ങളോട് എന്ത് സംസാരിക്കും എന്ന് എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെ സംസാരിക്കാം എന്ന് തോന്നി. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ആ ലൈഫിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഫോണിൽ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 1 മിനിറ്റ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, so I personally feel that English language plays a very important role in one's life because it's a language that is understood by most of the people around the world, and also it is considered to be the most spoken language in this world. So I think if we are able to speak in English, we'll be able to communicate with anyone in this world, even through internet.
You can see that I'm struggling to find words, but still I'm continuing to speak English, and this is what the game is. You know, the world is developing at a fast pace, so if we are able to speak in English, we'll be able to stand out of the crowd. And if we know English, we get lots of opportunities, we get a better job, and also most of the journals and newspapers are written in English. So it is always necessary to know English. The reason is that for an interview, we are asked to speak in English only. What is the reason behind that? So I can give you an example. So I'm someone who is having a mother tongue, that is Malayalam. But when okay, appo time ആയി. Okay. അപ്പോൾ നമ്മുടെ ടൈമായി, നമ്മൾ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇഷ്ടമുള്ളൊരു ടോപ്പിക് എടുത്ത്, നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നേലും നന്നായി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ നമുക്കറിയണ രീതിയിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് വന്നാലും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് വന്ന ഐഡിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഈസിയാണ്. കാരണം നമുക്കിതിന് ടൈം ലിമിറ്റ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയം എടുത്ത് നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു 1 മിനിറ്റിൽ സംസാരിച്ചപ്പോൾ ചിലപ്പോൾ കുറേ മെയിൻ പോയിന്റ്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ കുറച്ച് സ്ട്രെസ്സിലാണ് നമ്മളത് സംസാരിക്കുന്നത്. നമ്മൾ നിർത്താനും പാടില്ല, ആലോചിക്കാനും പാടില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ചെറിയൊരു നോട്ടിലൊന്ന് എഴുതി വെക്കുക. സെൻറ്റൻസ് വൈസ് എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് വേർഡ്സുകൾ, പോയിന്റ്സുകൾ എഴുതി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചേക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് മെയിൻ പോയിന്റ്സ് ആണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ നോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഒരു ബോണസ് ടിപ്പാണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് എന്തായാലും ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കിയാൽ അത് വളരെ നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഡിയോ എങ്കിലും റെക്കോർഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ഇങ്ങനെ ടോപ്പിക്സ് എടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അന്ന് നിങ്ങൾ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അതിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാളായിക്കോട്ടെ, ഈ ഒരു കാര്യം, ഈ ഒരു ഗെയിം നിങ്ങളുടെ ലൈഫിൽ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ ആയാലും കേൾക്കാൻ പറ്റും, നമുക്ക് അതിൽ വന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയായെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗെയിം ഇനിയുള്ള നിങ്ങളുടെ ലൈഫിൽ എന്നും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, ഇതുപോലത്തെ കുറേ ടിപ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.